ലോകത്ത് ആദ്യമായി പറഞ്ഞത്. പിന്നീടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന ആള് പറഞ്ഞത് വെച്ച് പഠനങ്ങൾ നടത്തി വിമാനങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ് പിൻകാലത്ത് വിമാനമായി മനുഷ്യൻ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചുരുക്കം പറഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ അള്ളാഹു നമുക്ക് അധീനതപ്പെടുത്തി തന്നത് കൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും. ഇവിടെ നാം അള്ളാഹുവിന്റെ ഖുദ്റത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, കാറ്റില്ലാതെ കപ്പലിന് സഞ്ചരിക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ വായുവില്ലാതെ വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? എന്നാൽ ഈ കാറ്റും വായുവൊക്കെ നൽകുന്നവൻ ആരാണ്? നൽകിയവൻ ആരാണ്? ഇവകൾ ഇല്ലായിരുന്നെങ്കിൽ ഈ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, എന്തേ ഈ വാഹനങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അവിടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കഴിവും ബുദ്ധിയും അതിന്റെ സാമർത്ഥ്യം അവൻ കാണിക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.